വാരാണസിയിൽ പിന്നിലായിരിക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത് യുപിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. ഉത്തർപ്രദേശിൽ എന്ത് സംഭവിക്കുന്നു? BJPക്ക് 70 സീറ്റിലധികം പ്രവചിച്ച അഭിപ്രായ സർവേകൾ 50-ലൊന്നും കുറഞ്ഞിട്ടില്ല, 60-ലൊന്നും കുറഞ്ഞ ഒരു സർവേയും ഉണ്ടായിരുന്നില്ല. എന്താണ് യുപിയിൽ സംഭവിക്കുന്നത് എന്നതിന്റെ വിവരം ഒരു പക്ഷേ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. കാത്തിരിക്കാം. BJP ദേശീയ ആസ്ഥാനത്തിന് പുറത്ത് ആഘോഷങ്ങൾ തുടങ്ങിയെന്ന് വാർത്ത വരുന്നുണ്ട്. BJP ദേശീയ ഓഫീസിന് പുറത്ത് ആഘോഷങ്ങൾ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ ഏതോ തരത്തിൽ ഇനി വേറെ കണക്കുകളൊക്കെ കാണുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും NDA സഖ്യം 266 സീറ്റുമായി അവിടെ മുട്ടുപറക്കിയാണ്. ഇന്ത്യ സഖ്യം 228 സീറ്റുകളുമായി അവർ കരുത്ത് കാട്ടുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇപ്പോൾ 7000 വോട്ടുകൾക്ക് മുന്നിലായിരിക്കുന്നു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂരിൽ 7000 വോട്ടുകൾക്ക് മുന്നിലായിരിക്കുന്നു. 7,700. ചിലപ്പോ വ്യത്യസ്ത കണക്കുകൾ കൊടുക്കുന്നുണ്ട്. അതായിരിക്കാം ഈ BJP ആസ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ 305 സീറ്റുകൾ എന്ന് പറയുന്നുണ്ട്. ടൈംസ് നൗ BJP ലീഡ് ചെയ്യുന്നത്. 284 എന്ന് പറയുന്നുണ്ട് ഇന്ത്യ ടുഡേ. CNN ന്യൂസ് 18 290 എന്ന് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഏകപക്ഷീയമായ മോഡി മുന്നേറ്റത്തിന് കണക്കില്ല. ഇന്ത്യ സഖ്യം ആരൊക്കെ പരിഹസിച്ചാലും അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു. അത് ഗ്രൗണ്ടിൽ അവരുടെ പ്രവർത്തനം വിജയിക്കുന്നു. ഒരുപക്ഷെ 2014 വ്യത്യസ്തമായി 19 വ്യത്യസ്തമായി ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷ സഖ്യം ഒരു ഫലം കാണുന്നു എന്ന് പറഞ്ഞാൽ അവർ വിജയത്തിലേക്കൊന്നും അധികാരത്തിലേക്കൊന്നും പറയാറായിട്ടില്ലെങ്കിൽ കൂടിയും അത് ഫലം കാണുന്നു. അത് അതിശക്തമായ വലിയ ഒരു മോഡിയുടെ മാരക മുന്നേറ്റത്തിന് കട്ടയിൽ ചെയ്യാൻ കടിഞ്ഞാണിടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നു. ഈ നിമിഷം നിസ്സംശയം പറയാം. 262 NDA, ഇന്ത്യ സഖ്യം 230, മറ്റുള്ളവർ 24. വിജയകുമാർ ദേശീയ തലത്തിലാണ് ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശാണ് ഞെട്ടിക്കുന്ന ഫലം. BJPയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഫല സൂചനകൾ വരുന്ന സംസ്ഥാനം UP ആണ്. 80-ൽ 70 വിജയം ഉറപ്പിച്ച BJPക്ക് അവിടെ അവരുടെ ടാലി ഏതാണ്ട് 30-ലേക്കൊക്കെ താഴ്ന്നു. ഇപ്പോഴിതാ 261-ലേക്ക് വീണ്ടും NDAയുടെ സീറ്റ് നില കുറയുന്നു. കേരളത്തിലേക്ക് വന്നാൽ UDF 16, LDF 3, NDA 1. തൃശ്ശൂരിൽ മാത്രം 7434 വോട്ടുകൾക്ക് മുന്നിലാണ്. ആലത്തൂരിലും ആറ്റിങ്ങലിലും LDF സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു. മാവേലിക്കരയിലും LDF സ്ഥാനാർത്ഥി ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. മാവേലിക്കര മാറി മറിയുന്നുണ്ട്. ആലത്തൂരിൽ K രാധാകൃഷ്ണൻ, ആറ്റിങ്ങൽ V ജോയ്, മാവേലിക്കരയിൽ CA അരുൺകുമാർ, ഈ 3 പേരും ലീഡ് ചെയ്യുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ രാധാകൃഷ്ണൻ ലീഡ് നില മെച്ചപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പനാദളിന് 2 സീറ്റ് അടക്കം 64 സീറ്റുകൾ വാങ്ങിയ UPയിൽ BJPയുടെ നില 34-ലേക്ക് ചുരുങ്ങുന്നു. സമാജ്വാദി 36 എന്ന് പറഞ്ഞാൽ 36 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം 34-ക്ക് BJP ചുരുങ്ങുന്നു. അത് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം മാറി മറിയുന്നു. സഖ്യത്തിനവിടെ കൊടിയ തിരിച്ചടിയാണ്. പൊന്നാനി ഫ്ലാഷ് ന്യൂസ് 10630 വോട്ടിന് അബ്ദുൾ സമദ് സമദാനി മുന്നിലാണ്. അവിടെ 10360 വോട്ടുകൾക്ക്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് പിന്നിലാണ് എന്ന വാർത്ത വരുന്നു. ഇപ്പോൾ കേരളത്തിലെ 16 ലോക്സഭാ മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുകയാണ്. LDF സ്ഥാനാർത്ഥി 3 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ 1859 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കക്ഷി നില കേരളത്തിൽ UDF 16, LDF 3. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂർ ലീഡ് ചെയ്യുന്നു. അവിടെ 1, 16-3-1. അവിടെ തമിഴ്നാട് ദിണ്ടുകൽ മധുര മണ്ഡലങ്ങളിൽ CPM സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് ദിണ്ടുകൽ മധുര മണ്ഡലങ്ങളിൽ CPIM സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. ഇവിടെ LDF 3, അവിടെ CPM 2. ഇപ്പോൾ പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഡോക്ടർ തോമസ് ഐസക് പത്തനംതിട്ടയിൽ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത ലഭിക്കുന്നു. ചെറിയ ലീഡാണ്, എന്നാലും അവിടെ ലീഡ് ചെയ്യുന്നു. അപ്പോൾ കേരളത്തിൽ LDF 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഇവിടെ അതിപ്രധാനം ഇപ്പോൾ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മുന്നിലായിരിക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വോട്ടുകൾക്ക്. അതുപോലെ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ ലീഡ്, സുധാകരന്റെ ലീഡ് 6013 ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോഴും ശശി തരൂർ ലീഡ് ചെയ്യുകയാണ്. തൊട്ടുപിന്നിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. പന്നിൻ രവീന്ദ്രൻ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. മാവേലിക്കരയിൽ LDFന്റെ ലീഡ് തുടരുകയാണ്. മാവേലിക്കരയിൽ ആദ്യ റൗണ്ട് പൂർത്തിയാകാൻ പോകുന്നതേ ഉള്ളൂ, ആയിട്ടില്ല. ലീഡ് തുടരുകയാണ്. അവിടെ 1-ാം റൗണ്ട് പൂർത്തിയായി. നിലവിലെ ലീഡ് 9247 ആണ്. അവിടെ നമ്മുടെ വടകരയിൽ UDFന്റെ ലീഡ്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി 9000 വോട്ടുകൾക്ക് മുന്നിലാണ്. വയനാടിലും രാഹുൽ ഗാന്ധി മുന്നിലാണ്. മത്സരിച്ച് 2
മണ്ഡലങ്ങളിൽ വീണ്ടും രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നിലാണ്. സഖ്യം ഒപ്പത്തിനൊപ്പം പിടിക്കാൻ പോകുന്നു. NDA 255, ഇന്ത്യ 240 എന്ന് പറഞ്ഞ ഒരു 9:15 വന്ന റിസൾട്ടാണിത്. 9:15 9:45 അരമണിക്കൂർ ആകുമ്പോഴേക്കും ഇന്ത്യ സഖ്യം അങ്ങനെ കട്ടയ്ക്ക് ഫൈറ്റ് കൊടുക്കുകയാണ്. UP-യിലടക്കം ബീഹാറിലടക്കം. ഇപ്പോൾ ആറ്റിങ്ങൽ വിവരം അടൂർ പ്രകാശ് UDF 626 വോട്ടുകൾക്ക് മുന്നിലാണ്. അടൂർ പ്രകാശ് 626 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റവും അവസാനം ലോക്സഭാ മണ്ഡലങ്ങൾ 543, തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ 250 മണ്ഡലങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. അതുപോലെ 245 മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. വാരാണസിയിൽ പ്രധാനമന്ത്രിയുടെ ലീഡ്, പ്രധാനമന്ത്രി പുറകിലായിരുന്നു. അദ്ദേഹത്തിന്റെ 6000-ലധികം വോട്ടിന് പിന്നിലായിരുന്നു. ഇപ്പോൾ അത് 1628 കുറഞ്ഞിട്ടുണ്ട്. 250-ലേക്ക് NDA കുറയുന്നു, 245-ലേക്ക് ഇന്ത്യ ഉയർന്നു. 5 കേവലം 5 250 NDA, 245 ഇന്ത്യ മുന്നണി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.